അങ്ങനെ അമ്മക്ക് ഇപ്പൊ കിഡ്നാപ്പ് ചെയ്തിട്ട് വെറുതെ ആയിപ്പോയി. അപ്പക്ക് ഇച്ചിരി വട്ടം ചലഞ്ച്. ഇപ്പൊ അമ്മച്ചിനെ കൊണ്ട് ഇത് ഇടിച്ചൊരു വീഡിയോ എടുക്കാം. അമ്മച്ചി അമ്മ ഇടില്ല ഞാൻ പറയുന്നു. അമ്മ ഇടും. ഈ സാരി അമ്മ എടുത്തു കഴിഞ്ഞാ എലിക്കുട്ടി എടുത്തു കഴിഞ്ഞാ എനിക്ക് നീ 4 സാരി മേടിച്ചു തന്നെ. 4 സാരി. ഓക്കെ 4 സാരി മേടിച്ചു. ഉറപ്പാണേ? എടുത്തില്ലെങ്കിൽ ഞാൻ നിനക്ക് 4 ടീഷർട്ട് എനിക്ക് 2ാം രൂപ കല്യാണം കഴിച്ചാൽ മതി. പോടാർന്ന് കാര്യം പറഞ്ഞോണ്ട് കേട്ടോ. നിനക്ക് അമ്മച്ചിയെ അമ്മ ഈ സാരിയും ബ്ലൗസും ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അമ്മോട് പറയാമോ? കാര്യം പറയാമോ? അല്ല ചലഞ്ച് പറയാമോ? ചലഞ്ച് മാത്രം പറയാൻ പാടുള്ളൂ. സാരി ഇത് ഇട്ട് കഴിഞ്ഞാ ഇവൻ എനിക്ക് 4 സാരി ഇന്ന് മേടിച്ചു തരും. അമ്മ കൊടുത്തു കഴിഞ്ഞാ അമ്മേനെ കൊണ്ട് ഞാൻ ഉടുപ്പിക്കണമെന്ന് അവൻ പറയണേ. അമ്മേനെ കൊണ്ട് അല്ലല്ല, അമ്മ പറഞ്ഞേ ഈ സാരി അമ്മ ഉടുക്കത്തില്ല, അത് അമ്മക്ക് ഇഷ്ടമില്ലാത്ത സാരിയാന്നാ പറഞ്ഞ. അല്ല, അത് ഇപ്പൊ എടുത്ത് കാണിക്കാൻ പറ്റുമെന്നാണ് അമ്മ. ചലഞ്ചാണ്. എനിക്ക് 4 സാരി അവൻ മേടിച്ചു. അപ്പൊ 6 സാരി അമ്മ എടുത്തില്ലെങ്കിൽ എനിക്ക് എന്താ ഗുണം എന്നറിയോ? എനിക്ക് 2ാമത്തെ കല്യാണം കഴിക്കാൻ പറ്റും. ഓക്കെ അല്ലേ കിട്ടിയേ? നീ 2 4 കഴിച്ചാൽ ഇവിടെ കാലിരുന്നാ മതി. ഇവിടെ സോരോ ഇനി ഞങ്ങളായിട്ട് ഇവിടെ നിന്നോളാം. നീ എല്ലായിടത്തും നോക്കാം. അമ്മ ഇത് കൊടുത്തായിരിക്കും 4 സാരി അമ്മയ്ക്ക് 2 സോളത്തിന് 2 ഡ്രസ്സും. അമ്മ ഇടല്ലോ കണ്ട ഞാൻ പറഞ്ഞോ? എന്റെ അമ്മ ഞാൻ പറഞ്ഞ കേൾക്കുന്നു. ഞാൻ പറഞ്ഞ കേൾക്കുന്നു. ഞാൻ പറഞ്ഞോ? ഇതൊന്നും സാധാരണ കേൾക്കാറില്ലല്ലോ. സാധാരണ കേൾക്കാറില്ല. പക്ഷെ ഇതിപ്പോ എനിക്ക് കിട്ടും, അവക്ക് കിട്ടും, എല്ലാവർക്കും കിട്ടും എന്ന് പറയുമ്പോ സോനം ഓക്കെ അല്ലേ? 2 സാരി നല്ല സാരി ആയിരിക്കണം മേടിച്ചത്. എനിക്ക് ഇഷ്ടപ്പെടുന്ന സാരി നല്ല സാരി മേടിക്കണോട്ടോടെ. കണ്ട അവിടെ എന്താ സംഭവം എന്ന് വെച്ചത്, ഈ ഇതിനൊന്നും മനസ്സിലായിട്ടില്ല കാര്യം. അത് പെട്ടെന്ന് തീരുമാനമാണ്. എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്താ സംഭവം എന്ന് വെച്ചാൽ. എലിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അമ്മയ്ക്ക് അറിയുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് പുറത്ത് പോയിട്ട് നമുക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ അമ്മ വരില്ല, എന്ത് പറഞ്ഞാലും വരില്ല. അപ്പോൾ ഒരു ചലഞ്ച് എന്ന രീതിയിൽ അമ്മ, അതായത് അമ്മേനെ കൊണ്ട് സാരി എടുത്തു കഴിഞ്ഞാൽ അമ്മക്ക് 4 സാരി കിട്ടും, എനിക്ക് 2ാമത് കല്യാണം കഴിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചെയ്ത്. അപ്പം എന്നോടുള്ള ദേഷ്യത്തിൽ ഇടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. കല്യാണം അത് പിന്നെ ആലോചിക്കാം. അപ്പൊ അങ്ങനെ ആലോചിക്കുന്നു. ഇത് മോന്തൊറപ്പിച്ചിരിക്കുന്ന രാവിലെ അടിയുണ്ടായി. അതിന്റെ കേസിൽ എലിക്കുട്ടിയുടെ ബർത്ത്ഡേ നടത്തുന്നത് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പം അതുകൊണ്ടാണ് എനിക്കും ഭ്രാന്തായി. അപ്പം അങ്ങനത്തെ ഒരു കേസിൽ കല്യാണം കഴിക്കാൻ പറ്റുമോ? കഴിച്ചോളം പറ. വീട് വണ്ടിയൊക്കെ ഞടെ എന്തെങ്കിലും സാമ്പത്തികമുള്ള ആണുങ്ങൾ പെണ്ണുങ്ങൾ കിട്ടുള്ളൂ. ഒന്നും ഇല്ലാത്ത ആരെ ഒരു പെണ്ണുങ്ങൾ കിട്ടൂല. മനസ്സിലായോ? ഇവള് എനിക്കൊരു സാമ്പത്തികം ഇല്ലാന്നിട്ടാണ് ആ സമയത്ത്. അത് അന്ത സമയം 7 വർഷം മുമ്പ്. ഇപ്പൊക്കെ ആൾക്കാർക്ക് പെണ്ണുങ്ങൾക്ക്. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഏലിക്കുട്ടി റെഡി ആയി കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് പൊക്കിക്കൊണ്ട് പോകും. ഞാൻ കാർ ഇങ്ങനെ കയറ്റിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതൊന്നും നോക്കുന്നില്ല. കാരണം വെച്ചാൽ എലിക്കുട്ടി ഇന്ന് വീട് മൊത്തം മ്യൂട്ടായിരിക്കും, മിക്കാൻ തെറിയായിരിക്കും. മേടിച്ചാടാ 2 സാരി അമ്മയ്ക്ക്. ഇത് അമ്മതേ സുന്ദരിയായി. ഇതാ എന്റെ ബ്ലൗസ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് പ്രോപ്പറായിട്ട് കൊടുത്ത് കാണിച്ചിട്ടില്ല. പിന്നെ ഇത് പ്രോപ്പറായിട്ട് എടുത്ത് കാണിച്ചു നടക്കൂല. ഇതിന് ആരും മേടിച്ചില്ല. ഞാൻ ജയിച്ചു. ഇത് മര്യാദക്ക് കൊടുത്തു പോടാ. ഇതെങ്ങനെ? ഇതാണ് മര്യാദ. സാരി കൊടുക്കണേ. അതെ, അമ്മ തെറി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഗൈസ്.
അപ്പൊ തുപ്പല്ലെന്ന് പറ. അല്ലേ രാവിലെ പിണങ്ങിയല്ലോ ഒരു ഉമ്മ. തിരിച്ചു കൊടുക്കണ്ടത് തിരിച്ചു കൊടുക്കണ്ടത് തിരിച്ചു കൊടുക്കരുത് ഹസ്ബൻഡ്. അതെന്താ ചെരിച്ചു കൊടുക്കണേ? ലിപ്സ്റ്റിക് ഉണ്ടല്ലോ. എന്താ ഞാൻ പെണ്ണോട്ടാൻ പോകുന്നു ഇച്ചിരി മൂട് പറഞ്ഞു. അപ്പൊ നീ അവൻ അമ്മ തോന്നും പെണ്ണോട്ടെ പെണ്ണ് അവിടെ എടുത്ത് വെച്ചാൽ ആരെ പെണ്ണ് ഈ മോന്തയ്ക്ക് ഈ മോന്തനെ സ്നേഹിക്കും ഇവളല്ലാണ്ട് വേറെ ആരും നീ ഇല്ല. എവിടെയെങ്കിലും ഉണ്ടാക്കാണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ഞാൻ പെണ്ണായിട്ടുണ്ട്. അപ്പക്ക് ഇച്ചിരി വട്ടുണ്ടല്ലോ. അത് ശരി. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു അപ്പക്ക് ഇച്ചിരി വട്ട അപ്പടെ വട്ട് പൊണ്ണു ഇഷ്ടമാണോ? ഇഷ്ടല്ലെന്നോ? ഞാൻ പറഞ്ഞു അല്ല എനിക്ക് വട്ടാണെന്നാ? ഇച്ചിരി വട്ടുണ്ടോ ഞാൻ പറഞ്ഞു. എന്റെ പൊന്നെ കാനന ചായയിലാടുമേക്കാൻ നീയും കൂടെ ഇട്ടയോ നിന്റെ കൂടെ വാ 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 വാ. അങ്ങനെ പറയടാ. അപ്പൊ നമ്മുടെ ഈ ചലഞ്ചില് എന്റെ അമ്മ വിജയിച്ചിരിക്കുന്നു. പറഞ്ഞു 4 സാരി അമ്മയ്ക്ക്, 2 സാരി എനിക്ക്. നല്ല സാരി കാനന ചായയിലാടുമേക്കാൻ കൂടെ പോരണ്ടോന്ന് ചോദിച്ചോട്. ഓക്കെ ഓക്കെ അമ്മ ഞാൻ തോറ്റിരിക്കുന്നു. തോക്കണം. തോക്കുന്നു. കാലൊന്നും പിടിക്കണ്ട, ഏഹ് കാലൊന്നും പിടിക്കണ്ട. കാലം പിടിക്കണോ അതുകൊണ്ട് തോക്കണം എന്ന് പറഞ്ഞെങ്ങനെ തോക്കണം. തോറ്റൊന്നും അത് നമ്മോട് പറഞ്ഞു ചലഞ്ചാണത്. മനസ്സിലായല്ലോ എല്ലാവരും. അതിൽ പിടിക്കണം. അതൊരു ഗെയിമാണ്. ഗെയിം അങ്ങനെ ആയിരുന്നു ഞാൻ എന്തിനാ ഇതാ ചലഞ്ച് തോറ്റൊരു തലയിൽ തുണി ഇടുന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതാണ് ഒരു പ്രശ്നം. നല്ല ഇതെന്തിനാന്ന് വഴിയ എല്ലാവർക്കും മനസ്സിലായി. എനിക്ക് ഇപ്പഴേ അറിയാം. എനിക്ക് അറിയാലേ? അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. അപ്പൊ അമ്മ സോറി കേട്ടോ. സോറി കാലിന് സോറി. അയ്യേ കേട്ടില്ല. എന്റെ പൊന്നു മക്കളെ നിങ്ങൾക്ക് ശിജി സ്പീഡ് തൊണ്ടുകൊണ്ട ആൾക്കാർ ഈ അമ്മ പിന്നെ വീണോന്ന് ചോദിക്കും. കഷ്ടം. എടാ ഞാനിവിടെ ഓയ്യോ നമുക്ക് പോകാം. ജീപ്പുണ്ട്, മാലയുണ്ട്, ചെരുപ്പുണ്ട്, ഒക്കെ ഉണ്ട്. ഷഡ്ഡിലുണ്ട്. ഷഡ്ഡിട്ടില്ല. മേലാല് കിടക്കൂല. അയ്യോ സാരിയൊക്കെ ഒന്നോടെ മര്യാദ കൂട്ടാനല്ലേ. അപ്പൊ അമ്മ വരുമായിരുന്നോ? ഞാനാ തുണി കയറ്റി എന്തിനാന്നറിയോ? തുപ്പാതിരിക്കാനറിയോ? തുപ്പാതിരിക്കാൻ പറഞ്ഞില്ല. സോനത്തിന്റെ മാലായിരിക്കും. അമ്മ എന്തിനാ കൊണ്ടുവരണം അറിയില്ലല്ലേ? എനിക്കറിയാം. സാരി മേടിച്ചോട്ടാ. സാരി അങ്ങനെ അമ്മയ്ക്ക് സാരി മേടിക്കണം, ചെരുപ്പ് മേടിക്കണം. എനിക്ക് തോന്നുന്ന പാത്രങ്ങളൊക്കെ ആ ചെരുപ്പൊക്കെ വെച്ചു. എന്തേ ചീപ്പ് തലയിൽ മാല ഉണ്ടല്ലേ? അല്ല അതല്ല അല്ല എനിക്ക് പതിവില്ല. ഞാൻ വന്നേനില്ലേന്ന്. അമ്മ വരുമായിരുന്നോ? ആ കവറ് കടന കൊടുത്തോ ഛർദിച്ചാലോ അതെന്നെ ഛർദിച്ചു. ആ ഗുളിക നിന്നില്ല ഈ അതെ അതെ ആന്റി അടുത്ത് മേടിക്കാം. ആന്റി അടുത്ത് കുളിയൊന്നുമില്ല. ആ അമ്മച്ചേ ഇനി ഉണ്ടാവൂല. ഈ ഒരു ബുദ്ധിയാ നിങ്ങളുടെ അമ്മയുടെ മോനെ പോവുള്ളൂ. ഇനി ബുദ്ധിക്ക് ഇങ്ങോട്ട് വന്നേരേട്ടാ. ഞങ്ങള് ചോദിക്കുമ്പോ വരാറില്ലല്ലോ. ആ പിന്നെ നല്ലത് എന്താ പ്രശ്നം? വെള്ളപ്പെടണം, ആ പുറത്ത് പോകണം. ആ അതന്നെ എന്താ പറഞ്ഞപ്പോ ഈ ആംബുലൻസ് പോയില്ലേ? ഞാൻ എന്താ പറഞ്ഞ ഈശോയെ ആംബുലൻസ് പോണ വണ്ടിയില് ഇന്ന് വട്ടല്ല ആർക്കല്ലേ ആൾക്കാർക്ക് പഠിപ്പിച്ചു തന്നു. അപ്പ അപ്പൊക്കെ ആരെ പഠിപ്പിച്ചു തന്നു ചോദിച്ച്? അപ്പക്ക് അമ്മ ഈ അമ്മയല്ലേ സോനമ്മ? പണിപാളിയല്ലേ? പണിപാളി. ഇങ്ങനെയാണ് നമ്മുടെ അമ്മച്ചിക്ക് അവസ്ഥ. അതുകൊണ്ടാണ് എങ്ങും പോവാത്തത്. ഓ കട്ട കലിപ്പിലാണല്ലോ. വയ്യാണ്ടായില്ലേ? അപ്പൊ നമുക്ക് ശരിക്കും പോത്തീസ് പോവാ വിചാരിച്ച് അമ്മക്ക് ഛർദിച്ചിട്ട് ഛർദി വയ്യായ.
അപ്പൊ പൂണവല്ലിനെ കൊണ്ടുവന്നിച്ച അമ്മക്ക് നമ്മുടെ അങ്കമലിക്ക് പൂണവല്ലിയുടെ ഇടപ്പള്ളിയിലെ പുതിയ കട ഉണ്ട്. അപ്പൊ അവിടെ കേറാലോ വിചാരിച്ചല്ലേ അമ്മേ? എവിടേക്ക് പോണേ? അമ്മേ ഇങ്ങനെ ആയി പോയില്ലോ. നോക്കണേ, എനിക്ക് വേണ്ടി നോക്കണേ. നിനക്ക് അല്ലാതെ അമ്മക്കല്ലേ? എന്താ പ്രശ്നം? ഞാൻ നോക്കാല്ലേ. നല്ലത് കണ്ട സോനം പറയും, സോനത്തിന് എടുക്കാന്ന് പറയേ അല്ലേ? നല്ല ഇത് നല്ലതാണ്. വെള്ളം വേണോ? വെള്ളം വേണ്ട. എടാ പുലിയെ പോലെ ഇരുന്നതൊക്കെ എലിയെ പോലെ 500 രൂപയുടെ സാരി ഉണ്ടോ അമ്മയ്ക്ക്? അത് ഇഷ്ടം. 500 രൂപ 500 രൂപ എടുത്താ മതി. വേണ്ട, പിന്നെ എത്രയാ? 10,000 രൂപയോ? പറയണ്ട. അതെ, എന്നോട് പറഞ്ഞിട്ട് പഠിച്ചു അല്ലല്ല പഠിച്ചതല്ല. ഓക്കെ. അപ്പൊ അമ്മച്ചിക്ക് സാരി മെച്ചിട്ടേ നമുക്ക് അത് കഴിഞ്ഞിട്ട് നേരെ ലുലുമാള് പോയിട്ടോ. ഞാൻ ഉന്താം ഇതില് അമ്മക്ക് ഇതില് കൊണ്ടുപോകാം. നമുക്ക് ഉന്തി അമ്മക്ക് ഉന്തണല്ല, ഇത് റിമോട്ടാണെന്ന് തോന്നുന്നു. ഇത് എന്ത് പുള്ളിന് ഇഷ്ടമാ? എടി അപ്പൊ പറഞ്ഞാ എന്താ എന്റെ ചെറുക്കന്ന് പതുക്കെ ഇരുന്ന് അമ്മയുടെ ചെറുക്കൻ കണ്ടാലോ? സുഖല്ലേ? ഫാൻസ് ശരി. ഇപ്പൊ നമുക്ക് ലൂലുല് വന്നിട്ടുണ്ട്. അപ്പൊ അമ്മക്ക് ലൂലുല് കാണിക്കാം. ഇപ്പൊ അമ്മക്ക് ഞാൻ സുഖമായിട്ട് വീൽ ചെയറിൽ ഇട്ട് തന്നിട്ടുണ്ട്. കാരണം അമ്മക്ക് നടക്കുന്നു വിസർജിച്ചപ്പോ നടന്ന ഔഷധിയായി. അപ്പൊ അമ്മ പറയാം ഞാൻ ഫോണില് വണ്ടില് നിക്കുന്നേ പറയുന്നേ. അപ്പൊ ഞാന് ആ വീൽ ചെയർ കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് ഓർത്തോ. എനിക്ക് സുഖമായോ ചോദിക്കണുണ്ടോ? ഏതാ അമ്മക്ക് ഏതാ നല്ല? ബ്ലൂ നല്ലതാണോ? അതും നല്ലതാണ്. രണ്ടും നല്ല. രണ്ടില് ഒരെണ്ണം പറ. നമുക്ക് ഏതാ ഇഷ്ടപ്പെട്ടാ? ആവൂലല്ലോ. എന്ത് കൊടുത്തോ? ഏലുകുട്ടിക്ക് വേണ്ട. ഇതെന്തിനാ നിനക്ക്? ഏതിലിടാനാ? ചെരുപ്പില്ലേ? ഏത് ചെരുപ്പില്? ഒരെണ്ണം എടുത്തോ, ഒരെണ്ണം. ഏത് കടയിൽ കയറിയാലും പുള്ളിക്കാറ്റ് പോകും, കാണൂല്ലോ. അതന്നെ. അവർക്ക് ഇഷ്ടമുള്ള സാധനം. ആ നല്ലതാ. എത്ര പൈസ? എത്രയായി പൈസ പറ. 2800 ചെരുപ്പിന് വേണോ? ഉണ്ടായിരിക്കും. ഇതൊക്കെ മതി. ഇത്ര വരെയാണെങ്കിൽ വേണ്ട പോലെ വിചാരിച്ചേ. അമ്മക്ക് ഇഷ്ടമുള്ള മേടിക്കാനാണ് കൊണ്ടുവന്നത്. പക്ഷെ മരുമോളും ചാലഞ്ച് രാവിലെ ചാലഞ്ച് നടത്തല്ലോ. അമ്മ സാരി ഇട്ടാലും നമുക്കും ഗിഫ്റ്റ്. അപ്പൊ അതേ എടുത്തോ ഞാൻ. അതിലെന്ത് ഇത് അമ്മക്ക് എവിടെ? എന്ത് ചെരുപ്പ് മേടിച്ചു? ശബ്ദിക്കാതെ കുറച്ച് കവറും മേടിച്ചു കൊടുത്തു. ഇരിക്കണം. അമ്മക്ക് ഇപ്പൊ കിഡ്നാപ്പ് ചെയ്തിട്ട് വെറുതെ ആയിപ്പോയി. ഒരു യൂസും ഇല്ല. കിഡ്നാപ്പ് ചെയ്ത ആൾക്കാർക്ക് യൂസ് ഇല്ല. കിഡ്നാപ്പ് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ യൂസ് ഉള്ളൂ. രണ്ടുപേരും നല്ല മുതലാക്കല്ലേ? രണ്ടുപേരുണ്ടല്ലേ? അതെ. ആരാ ഫ്രണ്ട്? അമ്മ മോളും കട കയറി ഇറങ്ങുക, ചാർക്കട ഒട്ടും ഇറങ്ങൂല. അമ്മേനെ പൊക്കി എടുത്തിട്ട് മുതലാക്കാണ്. അത് തന്നെ. എനിക്ക് സുഖായില്ലേ? എന്താ എന്താ
എന്നെ പണ്ട് തല്ലുമ്പോ ഓർക്കണം, എന്റെ കൊച്ചു പകരം വിട്ടു മനസ്സിലായ. എന്താ പറഞ്ഞ എന്താ നീ എടുത്തേറ്റ് കൊണ്ടുവന്നോ? ആ അത് നമുക്ക് മനസ്സിലായിക്കോളും, എന്തിനാ കൊണ്ടുവന്നാ നമുക്ക് മനസ്സിലായിക്കോളും കേട്ടാ. വന്നു കഴിയുന്ന ആൾക്കാർ കുറ്റം പറ മോന്റെ പിന്നെ വേണ്ട കുറ്റം പറയാണ്ട് പിന്നെ എങ്ങനെയാ ഇവനെ ഇന്ന് കൊണ്ടാൻ പോകണ്ടെന്ന് പറഞ്ഞ പോലെ ഇതിലെന്നെ ഇപ്പൊന്നും വേണ്ട ആവശ്യം ഉണ്ടായില്ല. ആകെ നാശായി, ഛർദിച്ചാകെ നാശായില്ലേ. ഇവിടെ തന്നെ കാണാൻ പറ്റും, ഇങ്ങനെ കൊണ്ടാ നമുക്ക് വണ്ടിയില്ലേ. നിന്നെ കുറ്റം പറഞ്ഞാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. മക്കളുടെ കുറ്റം അല്ലാണ്ട് പിന്നെ വേറെ ഈ കൊച്ചിന്റെ കുറ്റം എനിക്ക് പറയാൻ പറ്റുമോ? മക്കളുടെ കുറ്റം പറയാൻ പറ്റുള്ളൂ. അതാണ് താരം. ഇപ്പൊ തിരക്കായി കൊണ്ട് നമുക്ക് തിരക്കാണ്. എന്താ എന്താ നീ കേട്ടോ എന്ത് ഓടി കാണക്കാരൻ സുന്ദരിയാണെന്ന് ഞാൻ. അത് മാത്രമേ ഉള്ളൂ വീട്ടില് ഭദ്രകളി. സംഗതി കഴിഞ്ഞ് ഇനി വീട്ടിക്ക് പോവാ. കോപ്പിച്ചേട്ടനെ അമ്മച്ചിയുടെ ചേർത്ത് എന്നിട്ട് അതുകൊണ്ട് കൊണ്ട് വരാതില്ല. കോപ്പിച്ചേട്ടൻ തലയിലായാലും അത് പേടിച്ചോണ്ടാവും. എന്നിട്ട് സുഖമായിരുന്നു എനിക്ക്. അങ്ങനെ സംഗതി ഒരു സമയത്തില്ലാത്ത ഛർദി എനിക്ക് ഉളുപ്പ് വന്നു. ഈ അമ്മയുടെ പൊക്കിയെടുത്ത് വണ്ടി കയറ്റി തന്നെ എന്തെങ്കിലൊക്കെ ഹാപ്പി ആവുന്ന വിചാരിച്ചിട്ട് എവിടെ 4 കവർ ഛർദിച്ചു വെച്ചു. ഛർദിച്ച് എനിക്ക് ഇനി ഛർദിക്കും. അപ്പൊ ഞാൻ തന്നെന്തി എന്റെ അമ്മച്ചി. മേലാക്കാൻ ഞാനില്ല, എന്റെ സന്തോഷം പോയി. എന്റെ സന്തോഷം പോയി, പോപ്പിയുടെ സന്തോഷം പോയി. ഒന്നില്ല, ഏരിയയിലേക്കൊന്നില്ല. നിങ്ങൾക്ക് വിളിക്കായിരുന്നില്ലേ? ഛർദിച്ചിട്ട് ഇങ്ങനെ ഔഷധിയായി. ഇതാണ് നമ്മുടെ ഏലുക്കുട്ടീനെ നമ്മൾ കൊണ്ടുപോവാത്തത്. ഛർദിച്ച ഔഷധിയാവുമ്പോ നമുക്ക് ടെൻഷൻ വരില്ലേ. രാവിലെ പറയാം, എടി എനിക്ക് അടുത്ത ആഴ്ച ഒരു സ്ഥലം വരെ പോണം, നീ മന്നോട്ട് ഇനി കൊണ്ടുപോകും അമ്മേ. ഇനി കൊണ്ടുപോകും. ഇതിന്റെ വഴി എന്താ സാധാരണ സ്നാക്സ് ഒക്കെ ചായ കുടിക്കും, ഇന്നും കൊണ്ടും കഴിക്കണം പറ്റില്ല. അപ്പൊ വീട്ടില് വന്നോ മീൻ കറി ഉണ്ടാക്കി. എന്തൊക്കെ മീനുണ്ട്? കേരമീന്, ചാലമീന്. അയ്യാ ഇത് കേരമീന്. പിന്നെ നമുക്ക് നാളെ രാവിലെ ശരിക്കും ഇന്ന് രാത്രി കേക്ക് കട്ട് ചെയ്യാൻ വിചാരിച്ചോ. നമുക്ക് വയ്യായപ്പോ അപ്പൊ നാളെ രാവിലെ കട്ട് ചെയ്യാം. നമുക്ക് നല്ല ക്ഷീണമാണ്, കുറേ പ്രശ്നം ഛർദിച്ചു. അമ്മ 6-7 പ്രശ്നം ഛർദിച്ചു. നാളെ അമ്മ ഉഷാറായിട്ട് വരും. അപ്പൊ നമുക്ക് രാവിലെ കാണാം. അപ്പൊ നമുക്ക് രാവിലെ കാണാം കേട്ടോ. മാറ്റ് കണ്ടുപിടിക്കും തോലെ സംസാരിക്കണോ? അല്ല പിന്നെ ഉൾക്കറിയാലോ പാവം. അപ്പൊ നമുക്ക് രാവിലെ അമ്മച്ചിക്ക് എല്ലുകുട്ടിക്ക് വയ്യ ഉണ്ടായിരുന്നു, തീരെ വൈകുന്നേരം ഛർദിച്ചല്ലോ. അത് കാരണം ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അത് കാരണം നമുക്ക് കേക്ക് കട്ടിങ് രാവിലെ ചെയ്തില്ല. അപ്പൊ ഇപ്പൊ കുറച്ച് അമ്മച്ചി കഞ്ഞിക്ക് കുടിച്ചിട്ട് കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. പാവ ഈ പ്രാവശ്യം കുറെ ഛർദിച്ചു. സാധാരണ 2-3 പ്രാവശ്യം ഛർദിക്കും നിർത്തും, പക്ഷെ ഈ പ്രാവശ്യം കുറേ ഛർദിച്ചു. അൺലിമിറ്റഡ് ഛർദലായിരുന്നു. അപ്പൊ തീരെ വയ്യ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ കുറച്ചു ഇതായിട്ടുണ്ട്. നമുക്ക് ലുലുമാൾ എപ്പം എവിടെങ്കിലും പുറത്ത് പോകുമ്പോ അമ്മച്ചിക്ക് എല്ലാവരും ചോദിക്കും. അപ്പൊ അത് അമ്മക്ക് സന്തോഷമായിട്ട് വിചാരിച്ച് കാണണം. ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞു,
ഈ അവിടെ ആൾക്കാർ കണ്ടപ്പോ എന്നോട് കുറെ വർത്താനം പറഞ്ഞു എന്നൊക്കെ പുള്ളിക്കാരി പറഞ്ഞു. പുള്ളിക്കാരി അതൊക്കെ സന്തോഷം. പക്ഷെ ഇന്നലെ വയ്യാതെ കൂടുതൽ സംസാരിക്കാനും പറ്റില്ല. അപ്പൊ നമുക്ക് ഇപ്പൊ അമ്മച്ചിക്ക് കൂട്ടിക്കൊണ്ടുവരാം, കേക്ക് കട്ട് ചെയ്യാം. പിന്നെ ആൻസി ഇല്ല കേട്ടോ, ഇനി ആൻസി ഇല്ല. ആൻസി കൊച്ചി പോയിട്ടുണ്ടോ, അപ്പൊ വരുമ്പോ രാത്രിയാവും. അപ്പൊ അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങും. അത് കാരണം നമുക്ക് കുറച്ച് നേരത്തെ കട്ട് ചെയ്തിട്ട് അമ്മക്ക് റെസ്റ്റ് ചെയ്യണ്ടേ, അതിന് വേണ്ടി. അപ്പൊ അമ്മക്ക് വിളിച്ചിട്ട് വായ ശരി. ധ്യാനിച്ചു വന്നു, ധ്യാനിച്ചു വന്നു. ഇവിടെ നിൽക്കും, ഇവിടെ നിൽക്കും. അമ്മ സ്ലോ മോഷനാണ് വരുന്നത്. ഹാപ്പി മറന്നുപോയാ അമ്മ ഔഷധി ആയില്ലോ ഇന്നല്ലേ, ഈ കേക്കിലായി. ഇന്നലെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് കൊണ്ടുപോയത്. അതെയാ, അതാണ് സർപ്രൈസ്. ഒരു കാര്യ ഇന്നലെ ഞാനിപ്പോഴും ഓർക്കാം എന്തോ ഒരു ആശ പോയത്. പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല. ഹാപ്പി ബർത്ത്ഡേ, വെരി വെരി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. നമുക്ക് ഒരു ദിവസം അവിടെ ഇട്ട് കൊല്ലാൻ ഒന്ന് ആ വണ്ടിയിലിട്ട് മാറി. ആര് ഇവള് എന്താ എന്നെ കറക്കി 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 എന്തായാലും കൊറേ കറക്കിയായിരുന്നു. ഇതാണ് അപ്പുക്കുട്ടന്റെ സ്നേഹത്തോടെ കണ്ട ഹാപ്പി ബർത്ത്ഡേ ഏലുകുട്ടി. ആ ഇതേ ബർത്ത്ഡേ ആയിട്ട് സർപ്രൈസ് ആയിട്ട് അവിടെ കൊണ്ട് കാണിച്ച് തിരിച്ചു വരുമ്പോ കേക്ക് കട്ടിയായിരുന്നു പ്ലാൻ. പക്ഷെ അമ്മയായിട്ട് അമ്മ അതിനും വലിയ സർപ്രൈസ് ഞങ്ങൾക്ക് തന്നു. അമ്മ ഒതുക്കോ. ഹാപ്പി ബർത്ത്ഡേ ടു യു ഏലുകുട്ടി. ഹാപ്പി ബർത്ത്ഡേ. ഫസ്റ്റ് ആർക്കാ, ഫസ്റ്റ് ആർക്കാ? ഫസ്റ്റ് സ്വന്തം മോൾക്കാണ് കൊടുക്കേണ്ടത്. അമ്മക്ക് ബർത്ത്ഡേ ആണല്ലോ, അമ്മ കൊടുക്കാല്. പോയോ എനിക്ക് ഇങ്ങോട്ട് അതിന്റെ സ്ലേറ്റ് കൊണ്ടുപോകണം. അമ്മക്ക് ക്രീം വേണം. നാടാ നല്ല കേക്ക് ഉണ്ടോ? ഹാപ്പി ബർത്ത്ഡേ ടു യു. കൈ ഒരു ഉമ്മക്ക് കൊടുക്കട്ടെ. മേടിച്ചിട്ടുണ്ട് അമ്മക്ക് വേണ്ടി ഗിഫ്റ്റ്. അപ്പൊ അമ്മക്ക് വയ്യ ഉണ്ടായിരുന്നല്ലോ. അത് ഇവിടുത്തെ എണ്ണം തന്നെങ്കിൽ മതിയാർന്ന്. എന്ത് സാരി പിന്നല്ല ധനമാനെ ഇരുമ്പ് നമ്മുടെ സാരി അങ്ങനെയുണ്ട്. നമ്മുടെ സാരി സാരി പക്ഷെ എനിക്ക് ഇഷ്ടായില്ലേ? ഇതിന്റെ ബ്ലൗസ് ഞാൻ തയ്ച്ചോളാം കേട്ടോ. എന്താ നമുക്കിടാനോ? മതി. ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ ഇന്നലെ ഇതിനെക്കാളും കൂടി നന്നായിട്ട് ചെയ്യണം. പക്ഷെ അമ്മ വയ്യാണ്ടായി ഒന്നും പറ്റില്ല. അവിടെയാണെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ അമ്മച്ചിക്ക് മേടിക്കും. ഇതിപ്പോ ഇന്നലെ വണ്ടി കൂടി ഇല്ലായിരുന്നില്ല. ഞാൻ വിചാരിച്ച പാരഗണില് വൈകിട്ട് സ്നാക്സ് നമുക്ക് ഫുഡ് ഇവിടെ കഴിച്ചു പോയില്ല. പാരഗണില് പോയി സ്നാക്സ് കഴിക്കുമ്പോ അവിടെ ഒരു കേക്ക് കട്ട് ചെയ്യാം. ഞങ്ങളുടെ സാരി ചലഞ്ച് കണ്ടോ? ഒന്നും മനസ്സിലായില്ലായിരുന്നു. ഞാൻ ഇവര് നീ അവനും കൂടി പറഞ്ഞു അമ്മ ഇത് കൊടുത്തിട്ടില്ലല്ലോ, അവനൊന്നും കൊടുത്ത് കാണിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ എനിക്കൊരു അല്ലോളം എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇനി വരാൻ പറ്റൂലല്ലോ. അതിന് വരാൻ പറ്റൂല. ലാസ്റ്റ് ബർത്ത്ഡേ ഇല്ലേ ഇതേപോലെ ലൂലുമാളി കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞപ്പോ അമ്മ ആ സമയത്ത് സമ്മതിച്ചില്ല, വന്നില്ല. എന്ത് ചെയ്താലും വന്നില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം ഈ പ്ലാൻ ചെയ്തേ. എനിക്കത് ഭയങ്കര ഇതായി പോയി. ഇഷ്ടായാ? ഇഷ്ടായതല്ല, പക്ഷെ അമ്മച്ചിക്ക് അവിടെ നിൽക്കാതൊന്നും സന്തോഷിക്കാൻ പറ്റില്ലടാ. അത് സങ്കടം ഉണ്ടല്ലേ? ഒന്നും ഒരു ദിവസം കൂടി വെച്ചിട്ട് പോകാൻ. അമ്മ എത്ര വയസ്സായി ഇപ്പൊ? എന്റെ പൊന്ന്. എല്ലാ വർഷം ഓക്കെ ഓക്കെ 80 വയസ്സായി. ഇത്രയും വർഷം ജീവിച്ചല്ലോ, അത് വലിയൊരു അത്ഭുതം. എന്താണ് അഭിപ്രായം? അഭിപ്രായം എന്നാ എല്ലാ മക്കളെയും കണ്ട് എല്ലാ മക്കളെയും കല്യാണം കഴിഞ്ഞ് സന്തോഷമായിട്ട് ജീവിച്ച് മക്കളെയും കണ്ട് എല്ലാം കൊണ്ട് നല്ല സന്തോഷമാണ്. പേരക്കുട്ടി കണ്ടോ? അല്ലെ പേരക്കുട്ടീനെയും കണ്ട്. ഇനി ഇതുങ്ങളെ രണ്ടിനോട് കൂടി ഒന്ന് ആദ്യം കയ്യിൽ ഈ ഉള്ള കൊച്ചിന് ആൻസിനെയാ. അപ്പൊ എന്തുകൊണ്ടാണ് അപ്പുക്കുട്ടൻ സോയിക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് എന്താണ് ഇത്ര വലുതായിട്ട് കൊടുക്കുന്നത്? ബാക്കിയുള്ള ബർത്ത്ഡേക്ക് എന്താണ് ചെറുതായിട്ട്? കാര്യം പറയാം. അതെന്തുകൊണ്ടെന്ന റീസൺ
എൻ്റെ ഏലുക്കുട്ടിക്കും എനിക്കും എൻ്റെ അമ്മയ്ക്കും എന്നെ വേണ്ട എനിക്ക് പറയണേ എനിക്ക് ഇപ്പൊ ഇഷ്ടാണോ എന്ത് വലിയ സർപ്രൈസ് നീ അല്ല. എന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല എനിക്ക് ഇഷ്ടമല്ല അല്ല ഇപ്പൊ എന്താ ഇഷ്ടപ്പെടാതെ നേരത്തെ അങ്ങനെ താല്പര്യം ഇഷ്ടമുള്ളൂ. നേരത്തെ അങ്ങനെ താല്പര്യം ഉണ്ടായില്ലല്ലോ ആ നേരത്തെ ഇഷ്ടമല്ല നമ്മുടെ ഇഷ്ടങ്ങൾ നേരത്തെ മാറി അങ്ങനെ മാറി വരുമല്ലോ. നോക്കിയിട്ടില്ല നമ്മള്. നേരത്തെ നമുക്ക് ഇഷ്ടങ്ങൾ മാറി മാറി വരുമല്ലോ അതെന്താ ആ അങ്ങനെയാണ് ഞാൻ നോക്കട്ടെ അങ്ങനെ പറയുമ്പോ നീ എന്താ ചെയ്യണേന്ന് ആ അമ്മയുടെ വന്നോ അല്ല അപ്പൊ ഇതുവരെയായിട്ട് ഈ 4 പേർക്ക് എന്റെ അനിയത്തിക്ക് വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് സർപ്രൈസ് അതായത് ഇത്രയും വലിയ സർപ്രൈസ് ഞാൻ ഇടിക്കോട്ടെ ഞാൻ സംസാരിച്ചോട്ടെ ഇത്രയും വലിയ സർപ്രൈസ് കൊടുക്കുന്ന എനിക്ക് മറ്റുള്ള സർപ്രൈസ് തരുമ്പോൾ എനിക്കത് മനസ്സിലാവും അവർ ഈ കാണിച്ചു കൊടുക്കുന്ന കാര്യം എനിക്ക് മനസ്സിലാവും അതുകൊണ്ട് എനിക്കത് വലിയായിട്ട് തോന്നാറില്ല പിന്നെ ഈ നമുക്കൊന്നും ഈ സർപ്രൈസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കൊടുത്തിട്ട് കാര്യമുള്ളൂ അതാണ് വേറെ കേസ് ഇപ്പൊ ഇവൾക്ക് ആ ഒരു മൈൻഡിലാണ് ഇപ്പൊ ലാസ്റ്റ് ടൈം കണ്ടില്ല അപ്പുക്ക് എന്തോരം കഷ്ടപ്പെട്ടല്ലേടി ബർത്ത്ഡേ ചെയ്ത് കഷ്ടപ്പെട്ട് എത്ര ദിവസം കഷ്ടപ്പെട്ടു ഒന്നും ഇഷ്ടായില്ല ഫ്രണ്ട് അത്ര ദിവസം കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഷ്ടപ്പെട്ട് ലാസ്റ്റിലെ ഫ്രണ്ട് വന്ന് മാത്രം ഇഷ്ടപ്പെട്ട പറയുന്നേ ആ അവനങ്ങനെ ഇവനതുകൊണ്ട് ബനിയനും മുഖംമൂടി ഒന്നും നോക്കി പോലുമില്ല ഓ പനിയനും നോക്കില്ല പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചു അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ സോയിക്കുട്ടിക്ക് അത് ഭയങ്കര ഇഷ്ടം നേരത്തെ ഇഷ്ടമാണ് അവൾക്ക് അതെല്ലാം അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ട് ആ അടിപൊളി ശരിയാ ആ ചെയ്യാം അങ്ങനെ ഉണ്ടല്ലോ ഒരു കാര്യം അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങള് അപ്പൊ ചെറുതായിട്ട് അമ്മച്ചിക്ക് വേണ്ടി നമുക്ക് ബർത്ത്ഡേക്ക് വേണ്ടി പുറത്തു പോയി നമുക്ക് കാണിക്കാലോ വിചാരിച്ച പക്ഷേ കുഴപ്പമില്ല അടുത്ത നെക്സ്റ്റ് ടൈം നമുക്ക് അടയ്ക്ക് നമുക്ക് ലുലുമോൾ കൊണ്ടുപോവാം മെഡിസിൻ കഴിച്ചിട്ട് കൊണ്ടുപോവാം അല്ലേ അമ്മ അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ അമ്മച്ചിക്ക് ബർത്ത്ഡേ അപ്പൊ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാ കൂടി അമ്മച്ചിക്ക് എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പറയുന്നു